dear children? How are you? Are you fine? Okay. നമ്മൾ ഐടിയുടെ എത്ര ലെസൺ പഠിച്ചു? ഇപ്പം 6 ലെസൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഈ ലാസ്റ്റ് ലെസൺ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ 7th ലെസൺ. 7th ലെസൺ എന്താണെന്ന് അറിയാമോ? ഇൻട്രൊഡക്ഷൻ ടു ലോഗോ. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ലോഗോ. ലോഗോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോഗോ കേട്ടിട്ട് പോലും ഇല്ലല്ലേ? ലോഗോ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ചാപ്റ്റർ 7 ഇൻട്രൊഡക്ഷൻ ടു ലോഗോ. ടെക്സ്റ്റ് ഒക്കെ എടുക്കണം കേട്ടോ, ടെക്സ്റ്റ് നോക്കണം. നോക്കിയേ, ലോഗോ ഈസ് എ സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന്റെ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. നമ്മളിപ്പം ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെയുള്ള ലാംഗ്വേജ് പോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഒരു ലാംഗ്വേജ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്? ലോഗോ കേട്ടോ. ലോഗോ ഈസ് എ സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ്ഡ് ടു ഡ്രോ ഫിഗേഴ്സ്. നമ്മൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഡ്രോ ഫിഗേഴ്സ്, പടം വരയ്ക്കാൻ പറ്റും. യൂസ്ഡ് ടു ഡ്രോ ഫിഗേഴ്സ്. റൈറ്റ് ടെക്സ്റ്റ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും എഴുതാനും പിന്നെ അതുപോലെ പടം വരയ്ക്കാനും. ഡ്രോ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ടെക്സ്റ്റ് ആൻഡ് പെർഫോം സിമ്പിൾ കാൽക്കുലേഷൻ. ചെറിയ ചെറിയ കാൽക്കുലേഷൻ, പ്ലസ് മൈനസ് സബ്ട്രാക്ട്, ഡിവിഷൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് എന്ത്? ലോഗോ. അപ്പൊ ലോഗോ മനസ്സിലായോ? ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ് എന്നാണ് ലോഗോയുടെ ഫുൾ നെയിം കേട്ടോ. ലാംഗ്വേജ്, എല്ലിന്റെ ലാംഗ്വേജ്, LO ഓറിയന്റഡ്, ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ് കേട്ടോ. ലാംഗ്വേജ് LOGO, ലോഗോ. ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ഡ്രോ പിക്ചേഴ്സ്, ചെറിയ ചെറിയ പിക്ചേഴ്സ് വരയ്ക്കാനും, ആൻഡ് റൈറ്റ് ടെക്സ്റ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാനും, അതുപോലെ പിന്നെന്താണ്, ചെറിയ ചെറിയ കാൽക്കുലേഷൻ ചെയ്യാൻ. സിമ്പിൾ കാൽക്കുലേഷൻ ആൻഡ് പെർഫോമിംഗ് സിമ്പിൾ കാൽക്കുലേഷൻ. Okay, what is logo? Logo is a computer language and used to draw pictures, പിന്നെ write text and perform simple calculation. What is logo? Logo എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് കേട്ടോ. എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ്, റൈറ്റ് ടെക്സ്റ്റ് ആൻഡ് പെർഫോം സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ലോഗോ? ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ട് ലോഗോ യൂസ് ചെയ്ത് നമ്മൾ പടമൊക്കെ വരയ്ക്കും കേട്ടോ. മിസ് പടമൊക്കെ വരച്ച് കാണിക്കാം, ലാപ്ടോപ്പിനകത്ത് പടം വരയ്ക്കുന്നത് കാണിക്കാം കേട്ടോ. ലോഗോയുടെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്നത് നമുക്ക് മിസ് കാണിച്ചു തരാം. അപ്പം നമുക്ക് മനസ്സിലാവും ലോഗോ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ലോഗോയുടെ എന്താ മനസ്സിലായല്ലോ? ലോഗോ ഈസ് എ സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ് ടു ഡ്രോ ഫിഗേഴ്സ്, ടൈപ്പ് ടെക്സ്റ്റ് ആൻഡ് പെർഫോം സിമ്പിൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻ. ചെറിയ ചെറിയ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ജസ്റ്റ് ആസ് യു ദ പെൻസിൽ ടു ഡ്രോ റൈറ്റ് യുവർ നോട്ട്ബുക്ക്. പെൻസിൽ വെച്ച് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എന്ത് ചെയ്യുന്നു? നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന പോലെ. ദ ടർട്ടിൽ എ സ്മോൾ ട്രയാങ്കിൾ ദാറ്റ് ഡ്രോ ലൈൻസ് ഓൺ ദ ലോഗോ സ്ക്രീൻ. അപ്പൊ നോക്കി, ലോഗോയുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ടർട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ടർട്ടിൽ നടുക്ക് ടർട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കും കേട്ടോ. ടർട്ടിൽ അതിങ്ങനെ ട്രയാങ്കിൾ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിനാണ് ടർട്ടിൽ എന്ന് വിളിക്കുന്നത്. ലോഗോയുടെ നടുക്ക് ടർട്ടിൽ എന്ന് പറയുന്ന ടർട്ടിലാണ് എല്ലാ പടങ്ങളെല്ലാം വരയ്ക്കുന്നത്. നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അത് വരയ്ക്കുന്നത് ആരാ? ഈ ടർട്ടിലാണ് കേട്ടോ. അപ്പൊ എന്ത് സെന്ററിലായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടർട്ടിൽ. ഈ ടർട്ടിലാണ് എല്ലാം വരയ്ക്കുന്നത് ലോഗോയില്, ലോഗോ സ്ക്രീനിൽ കേട്ടോ. നോക്കി, ദ ടർട്ടിൽ സ്മോൾ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ ആണ്. സ്മോൾ ട്രയാങ്കിൾ ദാറ്റ് ഡ്രോ ലൈൻസ് ഓൺ ദ ലോഗോ സ്ക്രീൻ. ലൈൻസ്, ലോഗോ സ്ക്രീനിലെ ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് ടർട്ടിലാണ്. ഇറ്റ് ഹാസ് 2 parts. Okay, the top part of the turtle known as head and bottom part of the turtle is known as tail. Turtle top part എന്ന് വിളിക്കുന്ന പേരാണ് head. Turtle top part നെ head എന്ന് വിളിക്കും. bottom part എന്ന് വിളിക്കുന്നത് tail എന്ന് വിളിക്കും കേട്ടോ. Turtle 2 part ഉണ്ട്, top and bottom. ടോപ്പിൽ എന്താണ്? top part നെ എന്നാ വിളിക്കുന്നത്? head and bottom part is known as tail. Okay, the logo turtle can draw only when you give the command. നമ്മൾ കമാൻഡ് കൊടുത്തെങ്കിൽ മാത്രമേ ടർട്ടിൽ പടം വരയ്ക്കത്തുള്ളൂ. നമ്മൾ ഓരോ കമാൻഡ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ അങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ലെഫ്റ്റോട്ട് വരയ്ക്കുക, റൈറ്റോട്ട് വരയ്ക്കുക,
ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന കമാൻഡ് അനുസരിച്ച് ഈ ടർട്ടിൽ വരച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ലോഗോ എന്താണെന്ന് മനസ്സിലായ ഒരു ഐഡിയ കിട്ടിയോ? ലോഗോ ഈസ് എ സിമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടി കേട്ടോ. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ടെക്സ്റ്റ്, ടൈപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനും ആൻഡ് പെർഫോം സിമ്പിൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻ, ചെറിയ സിമ്പിളായിട്ടുള്ള അരിത്മെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിക്ചർ വരയ്ക്കാൻ വേണ്ടി ആരാ പിക്ചറൊക്കെ വരയ്ക്കുന്നത്? സെന്ററിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ആളിന്റെ പേരെന്താണ്? ടർട്ടിൽ കേട്ടോ. ദ ടർട്ടിൽ ഈസ് എ സ്മോൾ ട്രയാങ്കിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്രീൻ. ടർട്ടിൽ സ്മോൾ ട്രയാങ്കിൾ ആണ്, സെന്ററിൽ ഉണ്ടാവും. ദ ടർട്ടിൽ ഹാവ് 2 parts which are the head and tail. Top part is known as head and the bottom part is known as tail. Okay, ഇതാണ് ലോഗോ ലാംഗ്വേജിന്റെ ഒരു ഐഡിയ. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് MSW ലോഗോ. ഇനി എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ലോഗോ എടുക്കുന്നത്? അപ്പൊ ലോഗോയുടെ ഐക്കൺ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലുണ്ടാവും ലോഗോയുടെ കേട്ടോ. ആ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ലോഗോ MSW ലോഗോ എന്ന് പറയുന്ന ഐക്കൺ ഇട്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ നിന്ന് പ്രോഗ്രാംസിൽ നിന്ന് നമ്മൾ MSW ലോഗോ എടുക്കണം കേട്ടോ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ 2 പ്രാവശ്യം മൗസ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാംസ് നോക്കുക. അല്ലെ പ്രോഗ്രാംസിനകത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ എന്ന് പറയുന്ന ഐക്കൺ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. നോക്കിയ ലോഗോ ഓപ്പൺ ആയി വന്നുള്ള സ്ക്രീനാണ് ഈ കാണിച്ചിരുന്നത്. ലോഗോയുടെ സ്ക്രീൻ നോക്കിയ ടെക്സ്റ്റ് നോക്കണേ. മെയിൻ സ്ക്രീനാണ്. നോക്കിയേ, ദ MSW ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 sections. MSW ലോഗോ വിൻഡോ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. MSW ലോഗോയുടെ വിൻഡോ 2 sections ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ക്രീൻ ആണ് കമാൻഡർ വിൻഡോ. അപ്പൊ അതിന് വിളിക്കുന്ന പേരെന്താണ്? മെയിൻ സ്ക്രീൻ. 2 പാർട്ടായിട്ട് കണ്ടോ, 2ആയിട്ട് നിൽക്കുന്നു കണ്ടോ. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആദ്യത്തെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെയിൻ സ്ക്രീൻ ആൻഡ് സെക്കൻഡ് പാർട്ട് എന്താണ്? കമാൻഡർ വിൻഡോ. രണ്ടാമത്തെ പാർട്ട് ഇത്രയും ഭാഗത്തിന് കമാൻഡർ വിൻഡോ എന്ന് പറയും, ഇത്രയും ഭാഗം മെയിൻ വിൻഡോ. അപ്പം ദ ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡഡ് ആസ് 2. ലോഗോ സ്ക്രീൻ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 which are the മെയിൻ സ്ക്രീൻ ആൻഡ് കമാൻഡർ വിൻഡോ. മെയിൻ സ്ക്രീനും കമാൻഡർ വിൻഡോയുമാണ് കേട്ടോ. ദ ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 sections. ദ മെയിൻ സ്ക്രീൻ ആൻഡ് കമാൻഡർ വിൻഡോ. ഈ ഫസ്റ്റ് പാർട്ടാണ് മെയിൻ ചാറ്റിലൊക്കെ നിൽക്കുന്ന ഈ മെയിൻ പാർട്ട്, മെയിൻ സ്ക്രീൻ ആൻഡ് സെക്കൻഡ് പാർട്ട് എന്താണ്? കമാൻഡർ വിൻഡോ. ഓക്കെ, ഇനി അതിൽ തന്നെ നോക്കിക്കേ, അവിടെ സെന്ററിൽ ആരായിരിക്കുന്നത് നോക്കി? ടർട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. സെന്ററിൽ ടർട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ കമാൻഡർ വിൻഡോയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമാൻഡർ വിൻഡോയെ അപ്പൊ നോക്കാം, നമുക്ക് ഓരോന്നും നോക്കാം. മെയിൻ സ്ക്രീൻ. ദ മെയിൻ സ്ക്രീൻ ഇസ് ദ ഏരിയ വെയർ ദ പിക്ചേഴ്സ് ആർ ഡ്രോൺ. മെയിൻ സ്ക്രീനിലാണ് നമ്മൾ പിക്ചറൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. മെയിൻ സ്ക്രീനിൽ, അതായത് മുകളിൽ കാണുന്ന ഭാഗത്ത് ടർട്ടിലിരിക്കുന്ന ഭാഗത്ത് വൈറ്റ് സ്ക്രീനാണ്. ആ വൈറ്റ് സ്ക്രീനിലാണ് നമ്മൾ പിക്ചറൊക്കെ വരയ്ക്കുന്നത്. ദ മെയിൻ സ്ക്രീൻ ഈസ് the area where picture are drawn. The logo turtle is also displayed on the screen. Turtle എവിടെയാണ് കാണുന്നത്? മെയിൻ സ്ക്രീനിലായിരിക്കും turtle ഉണ്ടാകുന്നത്. The logo turtle execute the instructions or command typed by you. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ലോഗോ കമാൻഡ് അനുസരിച്ച് turtle ഓരോ പടങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കും. കമാൻഡർ വിൻഡോ എന്താണ്? രണ്ടാമത്തെ പാർട്ട് കമാൻഡർ വിൻഡോ എന്ന് പറയും. The commander window is the area where the command are typed and some also executed. കമാൻഡുകൾ നമ്മൾ ലോഗോ ടർട്ടിലിനെ കൊണ്ട് അങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരയ്ക്കുക, റൈറ്റിലോട്ട് വരയ്ക്കുക, ഇങ്ങനെയുള്ള കമാൻഡുകളൊക്കെ കൊടുക്കാനാണ് കമാൻഡർ വിൻഡോയിലാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. കമാൻഡർ വിൻഡോയിൽ നമ്മൾ കമാൻഡ്സ് ടൈപ്പ് ചെയ്യും. അതുപോലെ എക്സിക്യൂട്ട് ബട്ടണും എല്ലാം കമാൻഡർ വിൻഡോയില്ല. കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അത് വരയ്ക്കും. എൻ്റർ കീ പ്രസ് ചെയ്തല്ലേ വരയ്ക്കത്തുള്ളൂ. ആദ്യം കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് വരയ്ക്കും. ഇതെല്ലാം കമാൻഡർ വിൻഡോയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. The commander window is further divided into 2 sections. ഈ കമാൻഡർ വിൻഡോയെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻ സ്ക്രീനും കമാൻഡർ വിൻഡോയുമാണ് മെയിൻ ആയിട്ടുള്ള ലോഗോ സ്ക്രീന്. ഈ കമാൻഡർ വിൻഡോയെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി? ഇൻപുട്ട് ബോക്സ് ആൻഡ് റീകോൾ ലിസ്റ്റ് ബോക്സ്. The commander window is divided into 2 sections. എന്തൊക്കെയാണ്? ഇൻപുട്ട് ബോക്സ് ആൻഡ് റീകോൾ ലിസ്റ്റ് ബോക്സ്. ഇൻപുട്ട് ബോക്സും റീകോൾ ലിസ്റ്റ് ബോക്സും. ഓക്കെ, അപ്പോൾ കമാൻഡർ വിൻഡോയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഇൻപുട്ട് ബോക്സ് ആൻഡ് റീകോൾ ലിസ്റ്റ് ബോക്സ്. ലോഗോയുടെ മെയിൻ വിൻഡോയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെയിൻ വിൻഡോ ആൻഡ് കമാൻഡർ വിൻഡോ. മെയിൻ വിൻഡോയെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടില്ല. മെയിൻ വിൻഡോയുടെ സെന്ററിൽ ആരിരിപ്പുണ്ട്? ടർട്ടിൽ. അപ്പൊ ഈ കമാൻഡർ വിൻഡോയിലെ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമാൻഡ് അനുസരിച്ച് ഈ ടർട്ടിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ.
Okay, input box, commander window. The commander window is divided into two, which are the input box and the recall list box. First, input box. The input box is the area where you type all your commands. ഇൻപുട്ട് ബോക്സിലാണ് നമ്മൾ കമാൻഡ്സുകളെല്ലാം ടൈപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ടർട്ടിലിനെ കൊണ്ട് നമ്മൾ പടമൊക്കെ വരപ്പിക്കാൻ വേണ്ടി ഓരോ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കീബോർഡിൽ നമ്മൾ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ടർട്ടിൽ പടം വരയ്ക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള പടമൊക്കെ വരയ്ക്കുന്നത് എവിടെയാണ്? കമാൻഡർ വിൻഡോയിലെ ഇൻപുട്ട് ബോക്സിൽ കേട്ടോ, കമാൻഡ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. നമ്മളിപ്പോൾ നിങ്ങൾക്ക് മിസ് ഇപ്പോൾ കാണിച്ചു തരാം ബോർഡിൽ എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. ടർട്ടിൽ ഫോർവേഡ് മുന്നോട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫോർവേഡ് കമാൻഡ് യൂസ് ചെയ്യും. ബാക്കിലോട്ട് താഴോട്ട് വരയ്ക്കാൻ വേണ്ടി ബാക്ക്വേഡ് BK കമാൻഡ് യൂസ് ചെയ്യും. ലെഫ്റ്റിലും റൈറ്റിലും ടർട്ടിലിനെ ചരിക്കാൻ പറ്റും. അവിടോട്ടെല്ലാം നമുക്ക് വരയ്ക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയാണ് ഇൻപുട്ട് ബോക്സ് ആണ് ഈ കമാൻഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, റീകോൾ ലിസ്റ്റ് ബോക്സ്. ദ റീകോൾ ലിസ്റ്റ് ബോക്സ് ഏരിയ കീപ് ദ record of the instruction you type the input box and you will also see the result some of your commands here. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ലിസ്റ്റ് ഇൻപുട്ട് ബോക്സിൽ ചെയ്യുന്ന അതിന്റെ ലിസ്റ്റുകൾ മുഴുവനും ഈ റീകോൾ ലിസ്റ്റ് ബോക്സിലായിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ഒരു ചെറിയൊരു ഇതാണ് ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റീകോൾ ലിസ്റ്റ് ബോക്സിലോട്ട് വരും കേട്ടോ. ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും റീകോൾ ലിസ്റ്റ് ബോക്സിൽ. അതിനാണ് റീകോൾ ലിസ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. The execute button, status button and reset button. ഈ റീകോൾ ലിസ്റ്റ് ബോക്സിൽ തന്നെ 3-4 ബട്ടൺസ് ഉണ്ട്. എന്തൊക്കെയാണ്? ട്രേസ്, ഹാൾട്ട്, പോസ്, അങ്ങനെയുണ്ട്. അത് 3 എണ്ണം ഉണ്ട്. പിന്നെ റീസെറ്റ്, സ്റ്റാറ്റസ്, ഇതൊക്കെ ഈ റീകോൾ ലിസ്റ്റ് ബോക്സിലുള്ള ചെറിയ ചെറിയ ബട്ടൺസ്. എക്സിക്യൂട്ട്, ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ബട്ടൺ. ആഫ്റ്റർ ടൈപ്പിംഗ് ദ കമാൻഡ് ഇൻ ദ ഇൻപുട്ട് ബോക്സ് you can run by clicking the execute button. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതിന് പകരം എക്സിക്യൂട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്താലും മതി. നമ്മളിപ്പോൾ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് മിസ് പറഞ്ഞില്ല എൻ്റർ പ്രസ് ചെയ്യണം, കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യണം. അതിന് പകരം ഈ റീകോൾ ലിസ്റ്റ് ബോക്സിൽ കിടക്കുന്ന എക്സിക്യൂട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കീക്ക് പകരം തന്നെ എൻ്റർ കീ ചെയ്യുന്ന പോലുള്ള ഫംഗ്ഷനാണ് ആരും ചെയ്യുന്നത്, എക്സിക്യൂട്ട് ബട്ടണും ചെയ്യുന്നത്. Okay, ഇനി സ്റ്റാറ്റസ് ബട്ടൺ. സ്റ്റാറ്റസ് ബട്ടൺ ഡിസ്പ്ലേസ് ദ സ്റ്റാറ്റസ് വിൻഡോ ഷോയിങ് ദ കറന്റ് സെറ്റിംഗ്സ് ഓഫ് ലോഗോ. ക്ലിക്കിംഗ് ഓൺ ദ അഗൈൻ ക്ലോസസ് ദ വിൻഡോ. നമ്മുടെ സ്റ്റാറ്റസ് ക്ലോസ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഏതാണ് ലോഗോ സ്ക്രീനിൽ നടക്കുന്നതെന്നുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ് വിൻഡോ. അവസാനം റീസെറ്റ് ബട്ടൺ. റീസെറ്റ് ബട്ടൺ ക്ലിയേഴ്സ് ദ ലോഗോ കമ്പ്യൂട്ടർ സ്ക്രീൻ. ക്ലിയർ ചെയ്യും. നമ്മൾ ടൈപ്പ് ചെയ്തതെല്ലാം ഒന്ന് മാഞ്ഞു പോയിട്ട് പുതിയതായിട്ട് വരാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് റീസെറ്റ് ബട്ടൺ കേട്ടോ. റീസെറ്റ് ബട്ടൺ റീകോൾ ലിസ്റ്റ് ബോക്സിലാണുള്ളത് കേട്ടോ. അപ്പൊ റീകോൾ ലിസ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീകോൾ ലിസ്റ്റ് ബോക്സിൽ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് റീസെറ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് റീസെറ്റ് ബട്ടൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മിസ് ഒന്നുകൂടെ പറയട്ടെ. മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലോഗോ എന്താണെന്ന് മിസ് ആദ്യം പറഞ്ഞില്ലയോ? ലോഗോ എന്ന് പറയുന്നത് ഒരു ചെറിയ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഡ്രോ പിക്ചേഴ്സ് ആൻഡ് ടൈപ്പ് ടെക്സ്റ്റ് ആൻഡ് പെർഫോം സിമ്പിൾ കാൽക്കുലേഷൻ, സിമ്പിൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻ. പിന്നെ ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡ് ഇൻടു ടു. ഹൗ ടു ഓപ്പൺ ലോഗോ? ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് ടേക്ക് പ്രോഗ്രാംസ് ആൻഡ് ടേക്ക് MSW ലോഗോ. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഡബിൾ ക്ലിക്ക് ഓൺ ദ ഐക്കൺ ഓഫ് ദ ലോഗോ ഐക്കൺ ഓഫ് ദ ഡെസ്ക്ടോപ്പ്. ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക ലോഗോയുടെ ഐക്കൺ കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന സ്ക്രീനിന് ലോഗോയുടെ സ്ക്രീനിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? മെയിൻ ലോഗോ സ്ക്രീൻ ഈസ് ഡിവൈഡ് ഇൻടു ടു. ദ മെയിൻ സ്ക്രീൻ ആൻഡ് സെക്കൻഡ് എന്താണ്? കമാൻഡർ വിൻഡോ കേട്ടോ. The commander window is also divided into two, which are the input box and the recall list box. Input box is used to type the logo commands. Okay, in the main window, the center position, we can see the turtle. എന്താണ് കാണാൻ പറ്റുന്നത്? മെയിൻ വിൻഡോയിൽ ടർട്ടിൽ ഉണ്ടാവും കേട്ടോ. ടർട്ടിൽ എന്ത് ചെയ്യും? ഡ്രോ പിച്ച്. ടർട്ടിലാണ് എന്ത് ചെയ്യുന്നത്? പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്നത് കേട്ടോ സെന്ററിൽ. ദ ടർട്ടിൽ ഹാസ് ടു പാർട്സ് വിച്ച് ആർ ദ ഹെഡ് ആൻഡ് ടെയിൽ. ദ ടോപ്പ് പാർട്ട് ഈസ് നോൺ ആസ് ഹെഡ് ആൻഡ് ബോട്ടം പാർട്ട് ഈസ് നോൺ ആസ് ടെയിൽ. ഓക്കെ, ടർട്ടിലാണ് ഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ റീകോൾ ലിസ്റ്റ് ബോക്സിൽ പിന്നെ കമാൻഡ്സുകളുണ്ട്. എന്തൊക്കെയാണ്? എക്സിക്യൂട്ട് ബട്ടൺ ഉണ്ട്, പിന്നെ സ്റ്റാറ്റസ് ബട്ടൺ ഉണ്ട്, പിന്നെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. എക്സിക്യൂട്ട് ബട്ടൺ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൻ്റർ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ. പിന്നെ സ്റ്റാറ്റസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ്. പിന്നെ റീസെറ്റ് നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് കമാൻഡ് നമുക്ക് പഠിക്കാം. MSW കമാൻഡ്സ്, ലോഗോ കമാൻഡ്സ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർവേഡ് കമാൻഡ് കേട്ടോ. വെൻ യു MSW ലോഗോ ടർട്ടിൽ ആൻഡ് സെന്റർ പൊസിഷൻ. ടർട്ടിൽ സെന്ററിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്, വിച്ച് ഈസ് കോൾഡ് ദ ഹോം പൊസിഷൻ കേട്ടോ.
സെന്ററിൽ ഇരിക്കുന്നതിന് ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഹോം കേട്ടോ. നടുക്ക് തട്ടിലിരിക്കുന്നു ആ പൊസിഷനെ വിളിക്കുന്ന പേരാണിത് HOM ഹോം. നമ്മുടെ വീട് പോലെ നടുക്ക് സെന്ററിൽ ഇരിക്കുന്നതിന് ഹോം പൊസിഷൻ എന്ന് പറയും. നോക്കിയാൽ ലോഗോ യൂസസ് സിമ്പിൾ കമാൻഡ്സ് ടു മൂവ് ദ ടർട്ടിൽ കമാൻഡ് ഉണ്ട്. ക്ലിക്ക് ഇൻസൈഡ് ദ ഇൻപുട്ട് ബോക്സ് ആൻഡ് ടൈപ്പ് ദ കമാൻഡ് FD. ഷോർട്ട് ഫോം ഫോർവേഡ് എന്നുള്ള കമാൻഡിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പൊ ഇൻപുട്ട് ബോക്സ് നമ്മൾ കണ്ടല്ലോ, അവിടെ നമ്മൾ FD ടൈപ്പ് ചെയ്തിട്ട് ഒരു നമ്പർ കൂടെ കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, സെന്റർ ടർട്ടിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ FD എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഷോർട്ട് ഫോം ആണ്? ഫോർവേഡിന്റെ ഷോർട്ട് ഫോം ആണ് FD കേട്ടോ. FD ഒരു സ്പേസ് അടിക്കണം. കീബോർഡിലെ ഒരു സ്പേസ് അടിച്ചതിന് ശേഷം FD 100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ, 100 എന്ന് പറഞ്ഞ നമ്പർ ആണ്. FD 100 അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ടർട്ടില് നേരെ മേപ്പോട്ട് വരയ്ക്കും കേട്ടോ. FD 100 ഈ ടർട്ടിൽ ഇവിടുന്ന് മാറിയിട്ട് നേരെ ഒരു ലൈൻ ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കും. എന്നിട്ട് ടർട്ടിൽ മുകളിൽ പോയി നിൽക്കും. മുകളിൽ നിന്ന് താഴെ നീ ടർട്ടിൽ എവിടെ പോകും? മുകളിൽ പോയി നിൽക്കും കണ്ടോ. ഇങ്ങനെ ടോപ്പിലോട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് ചെയ്യും, മുന്നോട്ട് വരയ്ക്കാൻ വേണ്ടി. അത് നമ്പർ കൊടുക്കണം കേട്ടോ. FD 100 എന്നുള്ള നമ്പർ കൊടുത്തു. അപ്പൊ 100 ഇഞ്ച് വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കും. ടർട്ടിൽ ഇപ്പൊ സെന്ററിലായിരുന്നു ആദ്യം ഇരുന്നത്. സെന്ററിൽ നിന്ന് എങ്ങോട്ട് പോകും? നേരെ മുകളിലോട്ട് പോകും. മുകളിൽ ചെന്ന് വരച്ചു. ഇനി ഇത് ഇങ്ങോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ചരിക്കണം. ടർട്ടിനെ ചരിച്ചിട്ട് റൈറ്റ് ലെഫ്റ്റ് കൊടുക്കാം. ഇങ്ങനെ സൈഡിലോട്ട് ചരിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെ സൈഡിലോട്ട് ചരിക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ്. അപ്പൊ ടർട്ടിൽ ചരിഞ്ഞിട്ട് വീണ്ടും നമ്മൾ FD 100 കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ലൈനോടെ വരയ്ക്കും കേട്ടോ. അപ്പൊ ടർട്ടിനെ ചരിക്കാൻ വേണ്ടി മിസ് എന്താണ്? റൈറ്റ് RT റൈറ്റിന്റെ ഷോർട്ട് ഫോം ആണ് RT 90 ഡിഗ്രി ചരിയുമ്പോൾ നോക്കിക്കുന്നത് നേരെ ഇങ്ങനെ ഇരിക്കും. ഈ ടർട്ടിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ചരിഞ്ഞിട്ട് പിന്നെ FD 100 പറഞ്ഞാൽ പിന്നെ ഒരു ലൈൻ കൂടെ വരയ്ക്കും. വീണ്ടും FD 100 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. പിന്നെ താഴോട്ട് വീണ്ടും ചരിക്കണം. പിന്നെ RT 90 കൊടുക്കുന്നതിന് താഴോട്ട് ചരിഞ്ഞ് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് വരച്ചുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണ് ലോഗോയുടെ കമാൻഡ്. അത് മിസ് ലാപ്ടോപ്പിൽ അത് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പൊ ഫോർവേഡ് എന്ന് പറയുന്ന കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി കേട്ടോ. അതിന്റെ കൂടെ നമ്പർ കൊടുക്കണം. ഫോർവേഡ് അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? FD. നേരെ മുന്നോട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. FD the forward command is used to move the turtle in the forward direction. ഫോർവേഡ് ഡയറക്ഷനിലോട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ FD. അതിന്റെ കൂടെ നമ്പറും കൊടുക്കണം കേട്ടോ. FD 50 കൊടുക്കാം. 1 to 100 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 200 കൊടുക്കാം. എങ്ങനെയില്ല, ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ സ്ക്രീനിൽ നിൽക്കുന്ന വലിപ്പമേ ആകാവുള്ളൂ. ഒത്തിരി നമ്മൾ 500 1000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൈന് വലിയതായിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ അത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് 100 50 100 150 ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നിൽക്കാവുന്ന ലൈനെ വരയ്ക്കത്തുള്ളൂ. അപ്പൊ FDയുടെ കൂടെ എപ്പോഴും നമ്പർ കൊടുക്കണം. RTയുടെ കൂടെ നമ്മൾ ഡിഗ്രിയാണ് കൊടുക്കുന്നത് കേട്ടോ. എത്ര ഡിഗ്രി ചരിയണം എന്നുള്ളത് ചരിക്കാൻ വേണ്ടിയാണ്. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ചരിക്കാൻ വേണ്ടിയാണ് LT RT യൂസ് ചെയ്യുന്നത്. ടർട്ടിൽ ചരിഞ്ഞ് വരും. ചരിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടി എടുത്ത ഫോർവേഡ് കമാൻഡ് ഈസ് യൂസ് ടു മൂവ് ദ ടർട്ടിൽ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ബൈ സ്റ്റെപ്പ് കേട്ടോ. ഫോർവേഡ് കമാൻഡ് എന്താണ്? എന്ത് ചെയ്യാനാണ് ഫോർവേഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്? നേരെ മുന്നോട്ട് ലൈനുകൾ വരയ്ക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കിയേ, when you give the forward command the turtle moves in the direction which the tip triangle on is pointing കേട്ടോ. You do not need to capital letters in a command. നമ്മൾ ഒരിക്കലും സ്മോൾ ലെറ്റർ മാത്രമേ കമാൻഡ് ആയിട്ട് ടൈപ്പ് ചെയ്യാവുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞേക്കുന്നത് കേട്ടോ. You need to give a single space between the command and the number for example കേട്ടോ. ഒരു സ്പേസ് കൊടുക്കണം. നമ്മൾ FD എന്നുള്ള കമാൻഡ് എഴുതിയിട്ട് നേരെ ചേർത്ത് ഇങ്ങനെ എഴുതി വെക്കരുത്. FDയുടെ കൂടെ ചേർത്ത് 100 ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതിയാൽ അത് കിട്ടത്തില്ല കേട്ടോ. ചേർത്ത് എഴുതാൻ പാടില്ല. ഒരു സ്പേസ് അടിക്കണം. FD അടിച്ചു കഴിഞ്ഞിട്ട് എന്താണ്? ഒരു സ്പേസ്, കീബോർഡിൽ ഒരു സ്പേസ് ഇങ്ങനെ തട്ടിയതിനു ശേഷം 100 ഒരു സ്പേസ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് എഴുതാൻ 100. അതുപോലെ എല്ലാ കമാൻഡിനും ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം ചേർത്ത് കമാൻഡിന്റെ കൂടെ ചേർത്ത് എഴുതാൻ പാടില്ല. സ്മോൾ ലെറ്ററും നമുക്ക് യൂസ് ചെയ്യാം. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും യൂസ് ചെയ്യാം. അപ്പൊ സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാം സ്മോൾ ആയിരിക്കും. F മാത്രം ക്യാപിറ്റലും D സ്മോളും അങ്ങനെ എഴുതാൻ പാടില്ല. ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ എന്താണ് യൂസ് ചെയ്തേക്കുന്നത് ആ കേസ് തന്നെയാണ് അടുത്തതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കേസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് FD എന്ന് എഴുതുന്നത് സ്മോളും എടുക്കും ക്യാപിറ്റലും എടുക്കും. സ്മോൾ ലെറ്ററിലായിരിക്കും എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ ആക്കുവാണെങ്കിൽ 2 ലെറ്റർ Fഉം Dയും ക്യാപിറ്റൽ ആയിരിക്കണം. സ്മോൾ ആണെങ്കിൽ 2 സ്മോൾ ആയിരിക്കണം. ഒരെണ്ണം ക്യാപിറ്റൽ ഒരെണ്ണം സ്മോളുമായിട്ട് കൊടുക്കാൻ പാടില്ല. FD എന്നുള്ള കമാൻഡിന്റെ ഫുൾ നെയിമാണ് ഫോർവേഡ്.
ഓക്കെ. ഫോർവേഡ് കഴിഞ്ഞിട്ട് FD മാത്രം അടിച്ചാൽ മതി. ഫോർവേഡിന് ഫുൾ അടിക്കേണ്ട കാര്യമില്ല. FD അടിച്ചിട്ട് നമ്മൾ ഒരു നമ്പർ, അതായത് എത്ര ഇഞ്ച് വരയ്ക്കണം എന്നുള്ള നമ്പർ കൊടുക്കാം. പിന്നെ ലെഫ്റ്റോട്ടും റൈറ്റോട്ടും ചരിക്കാനാന്ന് പറഞ്ഞു LT RT, റൈറ്റ് ലെഫ്റ്റ്. പിന്നെ ബാക്ക്വേർഡ് ഉണ്ട് BK. അപ്പൊ അത്രയും മിസ് പഠിപ്പിക്കാം. ഓക്കെ. അപ്പൊ FD യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. FD 100 എന്ന് പറയുമ്പോൾ 100 ഇഞ്ചിൽ വരച്ചു. ഇനി അതുപോലെ അവിടെ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഓൾവേസ് പ്രസ് എൻ്റർ ആഫ്റ്റർ ദ ടൈപ്ഡ് കമാൻഡ്, അതർവൈസ് ദ ടർട്ടിൽ വിൽ തിങ്ക് ദാറ്റ് യു ഗോയിങ് ടു മോർ കമാൻഡ് വിൽ നോട്ട് ഡു എനിത്തിങ്. നമ്മൾ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം FD എഴുതി 100 എഴുതിയതിന് ശേഷം നമ്മൾ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് കമാൻഡിൽ ക്ലിക്ക് ചെയ്യണം മൗസ് വെച്ച്, കേട്ടോ. അപ്പൊ ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിക്യൂട്ട് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ ലൈൻ വരയ്ക്കത്തുള്ളൂ. ഓരോ കമാൻഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യണം, അല്ല എക്സിക്യൂട്ടിൽ ക്ലിക്ക് ചെയ്യണം. ഒരു ലൈൻ FD 100 അടിച്ചു, എൻ്റർ കീ പ്രസ് ചെയ്തു. രണ്ടാമത് വീണ്ടും LT അല്ലെങ്കിൽ RT 90 അടിച്ചു, എൻ്റർ കീ പ്രസ് ചെയ്തു. വീണ്ടും മൂന്നാമത്തെ കമാൻഡ് അടിച്ചു, എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ കമാൻഡും ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിലേ അടുത്ത കമാൻഡ്, അടുത്ത വർക്ക് അതിന്റെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓൾവേസ് പ്രസ് എൻ്റർ കീ, കേട്ടോ. ഇഫ് യു സിംപ്ലി type a FD logo in the show message, not enough inputs to FD, കേട്ടോ. സിമ്പിൾ ആയിട്ട് FD അങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഫോർവേഡ് ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സ്മോളോ ക്യാപിറ്റൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓർത്തിരിക്കേണ്ട കാര്യം, ഒന്ന് സ്മോളും ഒന്ന് ക്യാപിറ്റലുമാണ് ടൈപ്പ് ചെയ്തത്. രണ്ടും സ്മോൾ ആണ്, രണ്ടും സ്മോൾ ആയിരിക്കണം. രണ്ടും ക്യാപിറ്റലാണ്, രണ്ടും ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ. കറക്റ്റിംഗ് ആൻഡ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് ബിഫോർ പ്രസ്സിംഗ് ദ എൻ്റർ കീ. You can change whenever you have typed. For example, if you typed FD20 instead of FD20 is used left arrow and key to take the mouse pointer. നോക്കിക്കേ, നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചേർത്ത് എഴുതിപ്പോയി, FDയുടെ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാതെ എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ തന്നെ യൂസ് ചെയ്ത് മിസ്റ്റേക്കുകൾ മാറ്റാൻ പറ്റും. ആരോ കീ ഒക്കെ യൂസ് ചെയ്ത് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും ഒക്കെ മൂവ് ചെയ്യിപ്പിക്കാം മൗസ് പോയിന്ററിനെ, കേട്ടോ. ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഒക്കെ യൂസ് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന്. The line drawn on the commands in small line. If you want to draw a longer line, you will have to move the turtle again. Say the 40 steps more, let the steps to FD 40. നമുക്ക് അത്ര ലൈൻ നീളം കൂടുന്നതിനനുസരിച്ച് നമ്പറിന്റെ ഇത് കൂട്ടി കൊടുക്കണം. 100, 150, 40, 50 അതൊക്കെ അങ്ങനെ കൊടുക്കണം. ഓക്കെ. Now the turtle has moved 60 steps from the home position every time the turtle move forward. കേട്ടോ, ടർട്ടിൽ ഓരോ തവണയും നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർവേഡ് കൊടുക്കുന്നതുകൊണ്ട് ടർട്ടിൽ മുന്നിൽ പോയി അവിടെ നിൽക്കും. പിന്നെ അടുത്ത ഫോർവേഡ് വീണ്ടും വരയ്ക്കും. അങ്ങനെ ടർട്ടിലാണ് ഇത് വരച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഫോർവേഡ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ, കേട്ടോ. If you type the still bigger number after FD, say FD 950, you would get a figure as shown in figure. 900 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കേട്ടോ. The turtle moves the forward till it reaches the end of the screen, and then since the cannot move forward anymore, it will go around of wrap itself around the screen. This means whenever give number that move that space available in the turtle always comes around from the opposite side of wrap around the screen. നമ്മൾ എപ്പോഴും സ്പേസ് കൊടുക്കാൻ മറക്കരുത്. ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇടയ്ക്ക് സ്പേസ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കിലോട്ട് വരയ്ക്കാൻ വേണ്ടി ടർട്ടിൽ ബാക്കിലോട്ട് താഴോട്ട് ഇപ്പോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ എവിടോട്ടാ വരച്ചത്, ഫോർവേഡ് വരച്ചു. ഈ ടർട്ടിൽ സെന്ററിൽ ഇരിക്കുകയാണ്. ബാക്ക്വേർഡ് എന്ന് പറയുന്നത് BK കമാൻഡ്. BK ബാക്ക്വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് BK. എന്നിട്ട് 100 കൊടുത്തു കഴിഞ്ഞാൽ BK കഴിഞ്ഞ് 100. ഇടയ്ക്ക് വരയൊന്നും കൊടുക്കാൻ പാടില്ല, ഇടയ്ക്ക് ഒരു സ്പേസ് മാത്രം എടുത്താൽ മതി. BK 100 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ടായിരിക്കും പിന്നെ ടർട്ടിൽ വരുന്നത്. താഴോട്ട് വരയ്ക്കാൻ വേണ്ടി സാധിക്കും, കേട്ടോ. ഇങ്ങനെ വരയ്ക്കും. ടർട്ടിൽ നേരെ താഴോട്ട് ചരിഞ്ഞ് വരും, കേട്ടോ. പൊസിഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, ടർട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ബാക്കിലോട്ടായിരിക്കും വരയ്ക്കുന്നത്, കേട്ടോ. ലൈന് ബാക്കിലോട്ട് വരയ്ക്കും, താഴോട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്, BK കമാൻഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്. മുകളിലോട്ട് വരയ്ക്കാൻ വേണ്ടി ഏത് കമാൻഡ് യൂസ് ചെയ്തു, ഫോർവേഡ് കമാൻഡ് അല്ലെങ്കിൽ FD കമാൻഡ് യൂസ് ചെയ്തു. താഴോട്ട് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്,
ബാക്ക്വേർഡ് ഷോർട്ട് ഫോം ആണെന്ത് BK കേട്ടോ. താഴോട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ടർട്ടിനെ ചരിക്കാനും സാധിക്കും, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ഒക്കെ ലൈൻ വരയ്ക്കാനും സാധിക്കും. ഓക്കെ, the backward command is to move the turtle in the backward direction. The short form of backward is BK. While the turtle moves the backward by given number of steps, its head remain pointed upwards. To draw a line in the backward direction, type the backward BK. കേട്ടോ, ബാക്കിലോട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, പിന്നെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ചരിക്കാൻ വേണ്ടി ഏത് കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് പറഞ്ഞേ? റൈറ്റ്, ലെഫ്റ്റ്, RIGHT, റൈറ്റ് കമാൻഡ്. റൈറ്റ് കമാൻഡ് ഈസ് യൂസ് ടു എന്തിനു വേണ്ടിയാണ്? ടേൺസ് ദ ഹെഡ് ഓഫ് ദ ടർട്ടിൽ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. എന്തിനാണ്? ടർട്ടിലിന്റെ ഹെഡ് റൈറ്റ് സൈഡിലോട്ട് ചരിക്കാൻ വേണ്ടി. ഇതിനെ ഇപ്പൊ നമ്മൾ ഫോർവേഡ് മുകളിലോട്ടൊരെണ്ണം വരച്ചു. അപ്പൊ ഇത് ആദ്യം ഇതിനെ റൈറ്റിലോട്ട് ചരിക്കാൻ വേണ്ടി ഏത് കമാൻഡ് എഴുതണം? RT90. അപ്പൊ എന്താണ്? ടർട്ടിൽ നേരെ ഇങ്ങോട്ടങ്ങ് ചരിയും കേട്ടോ. ടർട്ടിൽ എവിടോട്ട് ചരിയും? റൈറ്റിലോട്ട്. റൈറ്റ് കമാൻഡ് ആണെങ്കിൽ ടർട്ടിൽ റൈറ്റിലോട്ട് ചരിയും കേട്ടോ. റൈറ്റ് 25 റൈറ്റ് ഇങ്ങനെ നേരെ ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. റൈറ്റിലോട്ട് ടർട്ടിൽ ചരിഞ്ഞു കൊടുക്കും. ഇങ്ങനെ റൈറ്റിലോട്ട് ചരിക്കാൻ വേണ്ടിയാണ് ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റിലോട്ട് അങ്ങനെ സൈഡിലോട്ട് ചരിയണമെങ്കിൽ ഏത് കമാൻഡ് യൂസ് ചെയ്യും? ലെഫ്റ്റ്, LT കേട്ടോ. ലെഫ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് LT, റൈറ്റിന്റെ ഷോർട്ട് ഫോം ആണ് RT. RT കഴിഞ്ഞ് ഡിഗ്രി അടിക്കുന്നു. 90 120 ഇത്രയുമാണ് നമ്മൾ അടിക്കത്തുള്ളൂ കേട്ടോ. 90 അല്ലെങ്കിൽ 120 എത്ര ചരിക്കണമെന്നുള്ളൂ. RT90 അല്ലെങ്കിൽ RT120 ഇത്രയും നമ്മൾ ചരിച്ചെടുക്കും. എത്ര വേണമെങ്കിലും നമുക്ക് ചരിക്കാൻ പറ്റും. അല്ലെ, അതിന്റെ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നേരെ പകുതിയായിട്ട് ചരിയണമെന്നുണ്ടെങ്കിൽ RT90, അല്ലെങ്കിൽ അതിന്റെ അനുസരിച്ച് പകുതി കുറച്ച് ചരിഞ്ഞ് പിടിക്കും. ചെറിയ നമ്പർ കൊടുക്കുമ്പോൾ കുറച്ച് ചരിഞ്ഞ് വരും. വരയ്ക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം? FD. നമ്മളിപ്പോ 4 കമാൻഡ് പഠിപ്പിച്ചത് ഏതൊക്കെയായിരുന്നു? ഫോർവേഡ് എന്റെ ഷോർട്ട് ഫോം എന്താണ്? FD. ബാക്ക്വേർഡ് ഷോർട്ട് ഫോം എന്താണ്? BK. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും കേട്ടോ. അതിന്റെ കൂടെ നമ്പർ കൊടുക്കണം. എത്ര ഇഞ്ച് വരയ്ക്കണം എന്നുള്ള നമ്പർ നമുക്ക് കൊടുക്കാം. ബാക്ക്വേർഡ് ബാക്കിലോട്ട് താഴോട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ബാക്ക്വേർഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഒരു സ്പേസ് അടിച്ചിട്ട് BK എന്ന് എഴുതിയിട്ട് നമ്പർ കൊടുക്കണം. ഇനി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ടർട്ടിലിനെ ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ടർട്ടിലാണ് വരയ്ക്കുന്നത് കേട്ടോ. ടർട്ടിലിനെ ചരിക്കാൻ വേണ്ടി റൈറ്റിലോട്ട് ചരിയാൻ വേണ്ടി റൈറ്റ് കമാൻഡ് യൂസ് ചെയ്യും. അതിന്റെ ഷോർട്ട് ഫോം ആണ് RT. ലെഫ്റ്റിലോട്ട് ചരിയണമെങ്കിൽ ലെഫ്റ്റ് കമാൻഡ്, ലെഫ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് LT. ഓക്കെ, അങ്ങനെ ചരിച്ചിട്ട് നമുക്ക് ലൈനുകളൊക്കെ വരയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഇത്രയും മതി. നിങ്ങൾ ഓർക്കുക, 4 കമാൻഡാണ്. ലോഗോ എന്താണെന്ന് പഠിപ്പിച്ചു, ലോഗോയിൽ യൂസ് ചെയ്യുന്ന 4 കമാൻഡും പഠിപ്പിച്ചു. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മുടെ ഈ വർഷത്തെ എല്ലാ ലെസണും തീരും കേട്ടോ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹോം കമാൻഡാണ്. നമ്മൾ ലെഫ്റ്റ് കമാൻഡ് വരെ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ലെഫ്റ്റ്, റൈറ്റ്, ഫോർവേഡ്, ബാക്ക്വേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD മുകളിലോട്ട് വരയ്ക്കും, നേരെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കും, നേരെ മുന്നോട്ട് കേട്ടോ. ബാക്ക്വേഡ് ബാക്കിലോട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. BK ആണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ട് ടർട്ടിൽ ചരിയാൻ വേണ്ടി LT കമാൻഡ് യൂസ് ചെയ്യും. റൈറ്റിലോട്ട് ടർട്ടിൽ ചരിയാൻ വേണ്ടി RT കമാൻഡ് യൂസ് ചെയ്യും. ഇതിന്റെ എല്ലാം കൂടെ എന്ത് വേണം? നമ്പേഴ്സ് എത്ര മാത്രം നമുക്ക് വേണം അത്ര നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ലോഗോ എന്താണെന്നെല്ലാം മനസ്സിലായല്ലോ. ഇനി ഇത് അടുത്ത ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മിസ് ലാപ്ടോപ്പിലും കാണിക്കുന്നത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാനുള്ള പടങ്ങളൊക്കെ മിസ് വരച്ച് കാണിക്കാം. ഓക്കെ ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൾ മീ. എന്തെങ്കിലും ഡൗട്ട് ഇതിനെ കുറിച്ചുണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാൻ പഠിക്കണ്ട കേട്ടോ. അതുപോലെ നോട്ട്സ് മിസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നീറ്റായിട്ട് എഴുതി മിസ്സിന് അയച്ചു തരണം നോട്ട്സ്. ഓക്കെ, നല്ലതായിട്ട് പഠിക്കുകയും ചെയ്യണം നോട്ട്സൊക്കെ. ഓക്കെ, താങ്ക് യു.